നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് BJP നേതാവ് സുവേന്ദു അധികാരി. മമത അധികകാലം നീണ്ടുപോകില്ല എന്നും മമതയ്ക്കുള്ള വടിയുമായി BJP വരുന്നു എന്നുള്ള താക്കീതാണ് നൽകുന്നത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് മമതയ്ക്ക് മുന്നറിയിപ്പ് സുവേന്ദു നൽകുന്നത്. നീണ്ട 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം BJP ഡൽഹിയിൽ പിന്നെയും അധികാരത്തിലെത്താൻ പോകുന്നു. അതും മികച്ച ഒരു തിരിച്ചുവരവോടുകൂടി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ തൂത്തെറിയുമെന്ന് BJP നേതാവ് സുവേന്ദു അധികാരി അങ്ങനെ മുന്നറിയിപ്പ് നൽകി. ബംഗാളികൾ കൂടുതലായുള്ള ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രചരണത്തിനായി പോയി. അവിടെയൊക്കെ BJP ആണ് വിജയിച്ചതെന്നാണ് സുവേന്ദു പറയുന്നത്. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മോശം അവസ്ഥയിലാണ്. ആം ആദ്മി ഡൽഹിയെ തകർത്തു. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ BJP വിജയസാധ്യത കണ്ടുവെന്നാണ് സുവേന്ദു പറയുന്നത്. സുവേന്ദുവിന് പിന്നാലെ BJP നേതാവ് സുകാന്ത മംജുദാറും ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെ പോലെ ബംഗാളിലെ ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് സുകാന്ത പറഞ്ഞിരിക്കുന്നത്. BJPയുടെ വിജയത്തിൽ ഡൽഹിയിലെ ബംഗാളി സമൂഹത്തോട് രണ്ടു നേതാക്കളും നന്ദി അറിയിച്ചിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ വേരോടെ തന്നെ പിഴുതെറിയാൻ ഏറെക്കാലമായി ആഗ്രഹിക്കുന്നു BJP. അതിനുള്ള പരിശ്രമം തന്നെയാണ് നിലവിൽ നടത്തിവരുന്നതെന്നും സുകാന്ത തന്നെ വ്യക്തമാക്കി. ഡൽഹി തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഇത്തവണ നൽകിയത് ആം ആദ്മിക്കായിരുന്നു. എന്നാൽ ഇത് വ്യക്തമായ ഒരു ചലനവും ഡൽഹിയിൽ സൃഷ്ടിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിൽ 48 ഇടത്തും BJP തന്നെ വിജയിച്ചു കയറി. 2020-ൽ BJPക്ക് കിട്ടിയത് കേവലം 8 സീറ്റുകളായിരുന്നു. അന്ന് 62 സീറ്റ് നേടി ആം ആദ്മി BJP ഇത്തവണ മികച്ച രീതിയിൽ തന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് തലസ്ഥാനം അടക്കിവാണ കോൺഗ്രസ് ആകട്ടെ ഇത്തവണ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ തോറ്റു തുന്നം പാടുകയാണ് ചെയ്തത്. ഡൽഹിയെ ഇത്രയും കാലം ഭരിച്ചവർ തലസ്ഥാനത്തെ നശിപ്പിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. നരേന്ദ്രമോദിക്ക് മാത്രമേ ഡൽഹിയുടെ മഹത്വം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ബംഗാൾ പ്രതിപക്ഷ നേതാവ് കൂടിയായ സുവേന്ദു അധികാരി ഇതിനു പിന്നാലെ വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ ബംഗാളി ഭൂരിപക്ഷ മേഖലകളിൽ BJP മികച്ച വിജയം നേടിയെന്നും സുവേന്ദു അധികാരി ചൂണ്ടിക്കാട്ടി. 2020-ലാണ് തൃണമൂൽ വിട്ട് സുവേന്ദു BJPയിലേക്ക് എത്തിയത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ നിന്നും വിജയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.